ഇപ്പോൾ കൂട് സ്ഥാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കൂട് സ്ഥാപിച്ച് കൂട്ടിൽ കടുവ എത്തുമോ എന്ന് നോക്കാനാണോ ആദ്യഘട്ടത്തിൽ ശ്രമം നടക്കുന്നത്? വെടിവെച്ച് കൊല്ലണം കടുവയെ എന്നതായിരുന്നു നാട്ടുകാർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒടുവിൽ അതിന് ഉത്തരവിറങ്ങിയതിനു ശേഷമാണ് അവിടുത്തെ പ്രതിഷേധം അവസാനിക്കുന്നത്. ഈ രീതിയിൽ കടുവയെ കുടുക്കാൻ, കൂട്ടിലകത്താക്കാനുള്ള ശ്രമം എത്ര നേരം അല്ലെങ്കിൽ എത്ര ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടക്കുന്നു എന്നൊക്കെ അറിയുന്നു. അപ്പോൾ വെടിവെച്ച് കൊല്ലാൽ എന്നത് ഒരു അവസാന പരിഗണനയായിട്ടാണോ ഉള്ളത്? തീർച്ചയായും ആദ്യഘട്ടത്തിൽ അതിനെ കൂട്ടിൽ പിടികൂടാൻ തന്നെയാണ് വനംവകുപ്പ് ശ്രമിക്കുക. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പുൽപ്പള്ളി മേഖലയിൽ വെച്ച് കണ്ട കടുവയാണെങ്കിൽ പോലും അന്ന് മയക്കോടി വെക്കാൻ പോലുമുള്ള ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പ് കടന്നിരുന്നില്ല. 2-3 തവണ ആ കടുവയെ മയക്കോടി വെക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യം അനുകൂലമായി വന്നിരുന്നു. പക്ഷേ അന്നും മയക്കോടി വെക്കാതെ അത് നരഭോജി കടുവയായിരുന്നില്ലല്ലോ, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുക മാത്രം ചെയ്ത കടുവയായിരുന്നല്ലോ. തീർച്ചയായും അത് അങ്ങനെ ഒരു കടുവ, കാരണം അത്രയധികം ദിവസങ്ങൾ ആ മേഖലയിൽ ആ കടുവ കറങ്ങിയിട്ടും ഒറ്റ ആളെ പോലും ആക്രമിക്കുകയോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടാക്കുകയോ ചെയ്തില്ല. ആടുകളെ മാത്രമാണ് അത് ആക്രമിച്ചത്. അത് പ്രത്യേകിച്ചും അതിന് ഇരപിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് കാട്ടിൽ നിന്നും പുറത്തേക്ക് ഒറ്റപ്പെട്ട് വന്നിരുന്ന ഒരു കടുവയായിരുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിഗണന ആ കടുവയ്ക്ക് നൽകി. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ആ കൂടുവെച്ച് പിടികൂടാനുള്ള നീക്കത്തിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വിഭിന്നമാണ്. ഇവിടെ നരഭോജിയായ കടുവയാണ്. ആ കടുവയുടെ സാന്നിധ്യം ആ രാധയെ കൊന്ന ശേഷവും ഈ കാടിനടുത്ത് തന്നെ ഉണ്ട് എന്ന വെളിപ്പെടുത്തലാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ആ നാട്ടുകാരൻ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ മേഖല, ഈ കൂട് വെക്കുന്നതിന്റെ സമീപപ്രദേശങ്ങളോടുകൂടി തന്നെ കടുവ ഉണ്ടാവാം എന്നൊരു നിഗമനമുണ്ട്. ഈ കൂട് വെച്ച ശേഷം ഇവിടെ നിന്നും ആളുകളൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ഈ കൂട്ടിലേക്ക് കടുവ ആകർഷിക്കപ്പെടാം എന്നൊരു കണക്കൂട്ടലുണ്ട്. ഒപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വനമേഖലയിൽ വനത്തിനുള്ളിൽ നടത്തുന്നുമുണ്ട്. കടുവയുടെ സാന്നിധ്യം വൈകാതെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ വനംവകുപ്പിനുണ്ട്. പക്ഷേ നിലവിൽ ഏത് കടുവയാണ് അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്നുള്ള കടുവയാണ് ഈ എത്തിയത് എന്ന ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നമ്മൾ മന്ത്രി കേളുവുമായി നേരത്തെ സംസാരിച്ചപ്പോഴും അത്തരം ഒരു സ്ഥിരീകരണം എവിടെ നിന്നുള്ള കടുവയാണ് എന്നത് സംബന്ധിച്ച് വന്നിട്ടില്ല. കേരളത്തിന്റെ ഡാറ്റാബേസിലുള്ളതാണോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പുൽപ്പള്ളിയിൽ വന്നതുപോലെ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും ഒറ്റതിരിഞ്ഞ് കേരളത്തിലേക്ക് കടന്നുവന്ന കടുവയാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. നേരത്തെ ഈ മേഖലകളിൽ ഉണ്ടായിരുന്ന കടുവയാണോ എന്നതിനെക്കുറിച്ചും കൃത്യമായൊരു വ്യക്തതയില്ല. എന്തായാലും അക്കാര്യങ്ങളൊക്കെ വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ്. കാടുകൾക്കുള്ളിൽ ക്യാമറ ട്രാപ്പുകളടക്കം ഉണ്ട്. അത്തരം ക്യാമറ ട്രാപ്പുകളുടെ ഡാറ്റകളൊക്കെ ഒന്ന് പരിശോധിച്ച് അപഗ്രഥനം ചെയ്താൽ ഒരുപക്ഷെ കടുവ ഏത് മേഖലയിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ ഉണ്ട്. എന്തായാലും അത്തരമൊരു തിരിച്ചറിവ് തന്നെയാണ് ഈ കടുവയ്ക്കെതിരായുള്ള ഈ സന്നാഹങ്ങളിൽ ഏറ്റവും നിർണായകമാവുന്നതും. കടുവയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ നരഭോജി കടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ വെടിവെക്കുന്നതിനോ മയക്കൊടി വെക്കുന്നതിനോ ഒക്കെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. എന്തായാലും നിലവിൽ ആ കൂടുകൾ സ്ഥാപിച്ച് കടുവ എവിടേക്ക് ആകർഷിക്കപ്പെടാൻ കഴിയുമോ എന്നൊരു നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കൂടെ ഏതാണ്ട് സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ മേഖലയിൽ നിന്നും ആളുകളൊക്കെ മാറി ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കും എന്നറിയാൻ കഴിയുന്നു. നാട്ടുകാർ വലിയൊരു പങ്ക് നേരത്തെ ഇവിടെ തടിച്ചുകൂടിയിരുന്നെങ്കിലും അവർ മടങ്ങി. നമുക്ക് നാട്ടുകാരുടെ ഒക്കെ തന്നെ ചോദിക്കാം അവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, അവരുടെ ഒരു ആശങ്ക എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട്.